എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ വരവാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ വരവ് സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിന് ഉണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിക്കുകയാൽ ക്ഷുബ്ധനായ ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ തന്നെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് എന്നാണ്, വർഷവും പഠിക്കുക. 1502 ഫെബ്രുവരി മാസത്തിലാണ് ഇന്ത്യയിലേക്ക് രണ്ടാമതായിട്ട് വാസ്കോഡ ഗാമയെ അയക്കുന്നത്. ഇത്തവണ അയക്കുമ്പോൾ ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളും അടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് അയച്ചിട്ടുള്ളത്. എത്രയാണ്? 15 കപ്പലുകളും 800 ആളുകളും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായ കാര്യം സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോട് ഉണ്ടായ ആ ഒരു വിരോധത്തെക്കുറിച്ചും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിനുണ്ടായ പരാജയത്തെക്കുറിച്ചും ആർക്ക് അറിവ് ലഭിച്ചു? ഡോം മാനുവലിന് അറിവ് ലഭിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? വാസ്കോഡ ഗാമയെ രണ്ടാമതായി ഒന്നുകൂടി ഇങ്ങോട്ട് അയച്ചത്. വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം 5 ദ്വീപിലാണ് അടുത്തത്. ഗോവയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ 5 ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഇപ്രാവശ്യം അടുത്തത്? കപ്പൽ അടുപ്പിച്ചത് എവിടെയാണ്? വാസ്കോഡ ഗാമ കപ്പൽ അടുപ്പിച്ച സ്ഥലത്തിൻ്റെ പേര് 5 ദ്വീപ്. അപ്പോൾ രണ്ടാമതായി വന്നപ്പോൾ കോഴിക്കോടല്ല, 5 ദ്വീപിലാണ് എന്ത് ചെയ്തത്? കപ്പൽ അടുപ്പിച്ചത്. എന്നിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളെയും പിടിച്ചെടുക്കാൻ തുടങ്ങി. ആരാണ്? വാസ്കോഡ ഗാമയുടെ സംഘം. വാസ്കോഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. അല്ലേ? ആദ്യം നമ്മൾ പഠിച്ചിരുന്നു വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് വന്നിരുന്ന സമയത്തും കോലത്തിരി തന്നെയാണ് വാസ്കോഡ ഗാമയെ കൂടുതലായി സഹായിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹം ഇപ്രാവശ്യവും എന്ത് ചെയ്തു? കോലത്തിരിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ ആദരപൂർവ്വം തന്നെ കോലത്തിരി സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റ് കൊള്ളാമെന്നും ആര് പറഞ്ഞു? കോലത്തിരി സമ്മതിച്ചു. അനന്തരം വാസ്കോഡ ഗാമ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട്ട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത്തവണ വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിട്ട് സാമൂതിരിയോട് ആവശ്യപ്പെടുകയാണ്, കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും എന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. സ്വാഭാവികമായും സാമൂതിരി എന്ത് ചെയ്തു? ആ ആവശ്യം നിരസിച്ചു. തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയുണ്ടായി. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. അപ്പോൾ കോഴിക്കോട് സാമൂതിരി ഈ ഒരു ആവശ്യം എന്ത് ചെയ്തില്ല? അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? അരിക്കപ്പലുകളൊക്കെ അവരുടെ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഒക്കെ ഛേദിച്ച് അത്രയ്ക്കും മൃഗീയമായിട്ട് പെരുമാറുകയും ചെയ്തു. ഇതിനുശേഷം വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? കൊച്ചിയിലേക്ക് പോയി. അദ്ദേഹം കൊച്ചിയിൽ പോയപ്പോൾ ഒരു പൊന്നിൻ കിരീടം ഉൾപ്പെടെ വളരെ വിലപ്പെട്ട ഗിഫ്റ്റുമൊക്കെ ആയിട്ടാണ് കൊച്ചി രാജാവിനെ കാണാൻ പോയത്. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുകയും ഇതെല്ലാം സമ്മാനങ്ങളെല്ലാം നൽകി, പൊന്നിൻ കിരീടമൊക്കെ നൽകി. അതുപോലെ തന്നെ കൊച്ചി രാജാവിനെ പ്രീണിപ്പിക്കുകയും രാജാവിന് അപമാനകരമായ ഒരു ഉടമ്പടിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ, കൊച്ചിയിലുണ്ടായിരുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകൾ പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണം എന്നായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വ്യവസ്ഥ പഠിക്കുക. എന്താണ്? അപ്പോൾ ആ ഒരു കോഴിക്കോടുമായിട്ടുള്ള വഴക്കുകളെല്ലാം ആ ഒരു കലഹത്തിന് ശേഷം വാസ്കോഡ ഗാമ കൊച്ചിയിലേക്ക് വന്നു. അവിടെ വന്നിട്ട് രാജാവിന് പൊന്നിൻ കിരീടം ഉൾപ്പെടെയുള്ള വിലപ്പെട്ട സമ്മാനങ്ങളെല്ലാം നൽകി. എന്നിട്ടൊരു ഉടമ്പടിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുകയും ചെയ്തു. എന്താണ് ആ ഉടമ്പടി? കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും എല്ലാം തന്നെ പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണം എന്നായിരുന്നു ആ ഉടമ്പടിയിലെ വ്യവസ്ഥ.
കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള നിരുപാധികമായ അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് കിട്ടി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമുള്ളിടത്തൊക്കെ അവർക്ക് വ്യാപാരശാല തുടങ്ങാനും അതുപോലെ സൈന്യ സങ്കേതങ്ങളും ഒക്കെ സ്ഥാപിക്കാനുള്ള അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് കിട്ടി, ഈ പോർച്ചുഗീസുകാർക്ക് കിട്ടി. വാസ്കോഡഗാമ കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത് കൊല്ലത്ത് നിന്ന് വീണ്ടും ക്ഷണമുണ്ടായി. അപ്പോൾ കൊല്ലത്ത് നിന്ന് വീണ്ടും രാജാവ് വിളിക്കുകയാണ്. കൊച്ചി രാജാവിൻ്റെ അംഗീകാരത്തോടെ തന്നെ ഈ വാസ്കോഡഗാമ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ 2 പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തെത്തി അവിടെ നിന്ന് കുരുമുളകും നിറച്ച് എവിടേക്ക് വന്നു? തിരിച്ചു കൊച്ചിയിലേക്ക് പോന്നു. അപ്പം ഈ ഒരു സമയത്ത് തന്നെ കൊച്ചിയും കോഴിക്കോടും തമ്മിലൊരു വലിയ സായുധ സംഘടനത്തിനുള്ള കളമൊരുങ്ങി കഴിഞ്ഞു. അവിടെ കോഴിക്കോടും കൊച്ചിയുമായൊരു വലിയൊരു യുദ്ധം തന്നെ നടക്കാനായിട്ടുള്ള പുറപ്പാടായിരുന്നു. വാസ്കോഡഗാമ താൻ ശേഖരിച്ച ഭീമമായ ചരക്കുമായിട്ട് തിടുക്കത്തിൽ തന്നെ കൊച്ചി വിട്ടു. അപ്പോൾ വാസ്കോഡഗാമ എന്തു ചെയ്തു? ഒരു വലിയ ഭീമമായിട്ടുള്ള ചരക്കാണ് ഈ വാസ്കോഡഗാമയുടെ കപ്പലുകളിലുള്ളത്. കൊല്ലത്ത് നിന്ന് എന്താണ് കുരുമുളകും ശേഖരിച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വാസ്കോഡഗാമ വളരെ സേഫായിട്ട് പോകണമല്ലോ എന്ന് കരുതി ഇദ്ദേഹം തിടുക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? കൊച്ചി വിട്ടു. സാമൂതിരിക്കെതിരെ സഹായത്തിന് വേണ്ടിയുള്ള കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയില്ല. ഇപ്പോൾ കൊച്ചി രാജാവ് എന്ത് ചെയ്തു? അഭ്യർത്ഥിച്ചു, സാമൂതിരി ഞങ്ങളുമായുള്ള ആ ഒരു യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള രീതിക്ക്. പക്ഷെ അതൊന്നും തന്നെ എന്ത് ചെയ്തില്ല? വാസ്കോഡഗാമയുടെ മനസ്സ് മാറ്റിയില്ല. അദ്ദേഹം ഉറച്ചു നിന്നു, എന്തായാലും എനിക്ക് കൊച്ചി വിട്ട് മടങ്ങി തിരിച്ചു പോകണം. മടക്കയാത്രയിൽ വാസ്കോഡഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് സാമൂതിരിയുടെ നാവിക സൈന്യം നേരിടേണ്ടി വന്നു. എന്നാലും പറയത്തക്ക നാശമൊന്നും സംഭവിക്കാതെ വാസ്കോഡഗാമ തിരിച്ച് കപ്പലോടിച്ച് പോവുകയും ചെയ്തു. ഇത്രയും ഭീമമായ ചരക്കുമായിട്ട് വാസ്കോഡഗാമ കപ്പലോടിച്ച് തിരിച്ച് പോർച്ചുഗീസിലേക്ക് പോവുകയും ചെയ്തു. ഇത്രയുമാണ് വാസ്കോഡഗാമയുടെ 2ാം വരവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക. 1502 ഫെബ്രുവരിയിലാണ് ആദ്യമായി വന്നത്. 1498 മെയ് 20-നാണ്. ഇപ്പോൾ വന്നപ്പോഴേക്കും 15 കപ്പലുകളും 800 ആളുകളുമായിട്ടാണ് വന്നത് എന്ന് പഠിച്ചു വെച്ചേക്ക്. എവിടെയാണ് ഇറങ്ങിയത്? ഇപ്രാവശ്യം അഞ്ചുദ്വീപിലാണ് ഇറങ്ങിയത്. പിന്നെ കൊച്ചിയും ആയിട്ടുള്ള ആ ഒരു ഉടമ്പടി എന്തായിരുന്നു അത് പഠിക്കുക. ഇത്രയാണ് നോക്കേണ്ടത്.